IPLന്റെ ആദ്യ സെറ്റ് ലേലംവിളി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് റെക്കോർഡ് തുകയ്ക്ക് പോയിരിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. IPLന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു. 26,75,00,000 പഞ്ചാബ് കിങ്സ് ആണ് ശ്രേയസ് അയ്യരെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലേലംവിളിയുടെ ആദ്യ സെറ്റ് താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPLന്റെ മാർക്ക് പ്ലേസിലെ ആദ്യ സെറ്റ് ലേലംവിളി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ താരം അർഷദീപ് സിംഗ് ആയിരുന്നു. അർഷദീപിന് വേണ്ടി ഒരുപാട് ടീമുകൾ രംഗത്തുണ്ടായിരുന്നു. ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ ടീമുകൾ അർഷദീപിന് വേണ്ടി രംഗത്ത് വന്നു. അവസാനം വരെ പിടിച്ചു നിന്നത് ഹൈദരാബാദ് ആയിരുന്നു. എന്നാൽ പിന്നീട് പഞ്ചാബ് കിങ്സ് RTM കാർഡ് വഴി അർഷദീപ് സിംഗിനെ സ്വന്തമാക്കി 18 കോടിക്കാണ് വാങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ താരം കഗീസോ റബാദയാണ്. റബാദയെ 10,75,00,000 ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. പിന്നീട് എല്ലാവരും ഉറ്റുനോക്കിയത് ശ്രേയസ് അയ്യരുടെ ഓപ്ഷനാണ്. ശ്രേയസ് അയ്യർ റെക്കോർഡ് തുകയ്ക്കാണ് പോയിരിക്കുന്നത്. പഞ്ചാബ് കിങ്സ് 26,75,00,000 ശ്രേയസിനെ വാങ്ങിച്ചിരിക്കുന്നത്. IPLന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു. ഇതുവരെയുള്ള IPLന്റെ ചരിത്രം നോക്കിയാൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് തുകയ്ക്ക് പോയിട്ടുള്ളത് സ്റ്റാർക്ക് ആയിരുന്നു, 24 കോടി. ആ റെക്കോർഡാണ് ഇപ്പോൾ ശ്രേയസ് മറികടന്നിരിക്കുന്നത്. അടുത്ത പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് തന്നെ ആകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത താരം ജോസ് ബട്ട്ലർ ആണ്. ബട്ട്ലർക്ക് വേണ്ടി രാജസ്ഥാൻ കുറച്ച് ശ്രമിച്ചു. എന്നാൽ പിന്നീട് രാജസ്ഥാൻ ബട്ട്ലറെ ഒഴിവാക്കി. പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസ് 15,75,00,000 ബട്ട്ലറെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി ഗുജറാത്തിന്റെ ഓപ്പണർ ബട്ട്ലർ ആയിരിക്കും. അടുത്ത താരം മിച്ചൽ സ്റ്റാർക്കാണ്. സ്റ്റാർക്കിന് വേണ്ടി മുംബൈ ടീം രംഗത്തുണ്ടായിരുന്നു. പിന്നീട് 6 കോടി ആയപ്പോൾ മുംബൈ ടീം സ്റ്റാർക്കിനെ ഒഴിവാക്കി. ശേഷം RCB രംഗത്തെത്തി. ഒടുവിൽ സ്റ്റാർക്കിനെ 11,75,00,000 ഡൽഹി ടീമാണ് വാങ്ങിച്ചിരിക്കുന്നത്. IPLന്റെ ആദ്യ സെറ്റ് ലേലംവിളി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് സെറ്റ് 2 ആണ്. അതിലും ഒരുപാട് താരങ്ങളുണ്ട്. ചിലപ്പോൾ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോകാൻ അതിലെ താരങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.